മാന്നാറിൽ നിന്ന് അനഘ ഹർഷൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. അനഘ ഹർഷൻ, ഗുഡ് ഈവനിംഗ്. ഈ കേസിൽ എന്തൊക്കെയോ ട്വിസ്റ്റുകൾ സംഭവിക്കുകയാണല്ലോ. അതായത് കലയെ സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിട്ടതിന് ശേഷം അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയ മൃതദേഹം ഉപേക്ഷിച്ചോ? കാരണം കിട്ടിയ വസ്തുക്കളിൽ തലയൂട്ടിയടക്കമുള്ള സാധനങ്ങൾ ഇല്ല എന്നൊരു ഭാഗം പ്രതിഭാഗത്തിന് അനുകൂല ഘടകമായി നിൽക്കുകയാണ്. പൂർണ്ണമായും മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടി എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ ഉറപ്പിക്കാനായില്ലെങ്കിൽ അത് പോലീസിന് തിരിച്ചടിയായി മാറുന്ന സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ അന്വേഷണത്തെ എങ്ങനെയാണ് പ്രതിഭാഗം മറികടക്കാൻ ഉദ്ദേശിക്കുന്നത്? സുജയ, മാന്നാറിലെ കലാക്കൊലക്കേസിൽ അടിമുടി ദുരൂഹതയേറുകയാണ്. ഇപ്പോഴും ദിവസങ്ങൾ പിന്നിട്ടിട്ടും കല എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിന് ഉത്തരം വേണമെങ്കിൽ വിദേശത്തുള്ള പ്രതി അനിലിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടൂ. എന്നാൽ ഇപ്പോൾ ഈ പോലീസ് അന്വേഷണ സംഘം അനിലിലേക്ക് എത്തിയെന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇതുവരെ അനിൽ ഇസ്രയേലുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 മാസമായി അനിൽ ഇസ്രയേൽ തുടരുകയാണ്. അനിൽ ഇസ്രയേലിൽ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ചൊരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. മാത്രമല്ല, അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഊർജിതമാക്കി പോലീസ് പഴുതടച്ചൊരു അന്വേഷണം നടത്തി. വലിയൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. മാത്രമല്ല സുജയ, ഈ കേസിൽ കലയുടെ സഹോദരൻ ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് കല അനിലിനെ ഉപേക്ഷിച്ച് ആൺസുഹൃത്തിനൊപ്പം പോയതിനു ശേഷവും വീട്ടുകാരുമായി 2 തവണ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അതിലേക്ക് വരാം. കലയുടെ സഹോദരന്റെ പ്രതികരണത്തിലേക്ക് വരാം. ഇതിൽ അനിൽ ഇസ്രയേലിലുണ്ട്, ഇസ്രയേലിൽ ചികിത്സയിലാണെന്ന് കുടുംബത്തെ അറിയിച്ചിട്ടേ ഉള്ളൂ. അന്വേഷണ സംഘത്തിന് ഇതുവരെ അനിലുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ ഇതൊരു ഒത്തുകളിയാണോ? അതായത് ഇപ്പോൾ ആരൊക്കെയാണോ പിടിയിലായത് അവർ കല കൊല്ലപ്പെട്ടിട്ടില്ല എന്നതിലേക്ക്, ആ ഒരു വാദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുകയാണോ? ഒരാൾ മാത്രമാണ് സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹം ഉപേക്ഷിച്ചു എന്ന് ഇതുവരെ മൊഴി നൽകിയിട്ടുള്ളത് എന്നത് പോലീസിനെ കുഴയ്ക്കുകയല്ലേ? സത്യമാണ് സുജയ. അതായത് ഈ കേസ് പോലീസിന് അക്ഷരാർത്ഥത്തിൽ ഒരു കുഴയ്ക്കുന്ന ഒരു കേസ് തന്നെയാണ്. അതായത് പ്രതികളിൽ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതികളായ പ്രമോദ്, ജിനു, സോമൻ, ഈ 3 പ്രതികളിൽ ഒരാൾ മാത്രമാണ് കലയെ കൊല ചെയ്ത് സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അനിലിന്റെ വീടിന് പരിസരത്തുള്ള സെപ്റ്റിക് ടാങ്കിൽ പരിശോധന നടത്തിയത്. പക്ഷേ ഈ പരിശോധനയിൽ തലയോട്ടി അടക്കമുള്ള മറ്റു വസ്തുക്കളൊന്നും പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊല നടന്ന് 15 വർഷം കഴിഞ്ഞാലും ഇത്തരത്തിൽ ഒരു മൃതദേഹത്തിന്റെ തലയോട്ടിയും ഈ തുടയെല്ലുമൊന്നും പൂർണ്ണമായും നശിച്ചു പോവില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ ആ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഇത്തരത്തിലൊരു വസ്തുക്കളും പോലീസിന് നിലവിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പോലീസ് ഈ പ്രതി അനിൽ, 1ാം പ്രതി അനിൽ, ഈ കൊല നടത്തി ഇവിടെ കുഴിച്ചിട്ടതിന് ശേഷം മൃതദേഹം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിൽ, സംശയത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത്. സുജയ. ഓക്കെ, അനഘ ഹർഷനാണ് മാന്നാറിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അനഘ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക്, സഹോദരന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. അടുത്തതായി, മാന്നാറിൽ കൊല്ലപ്പെട്ട കല ജീവനോടെയുണ്ട് എന്ന് വിശ്വസിപ്പിക്കാൻ ഭർത്താവ് അനിൽ ശ്രമിച്ചിരുന്നുവെന്ന് കലയുടെ സഹോദരൻ. കലയുടെ നമ്പറിൽ നിന്ന് 2 പ്രാവശ്യം മൊബൈൽ ഫോണിലേക്ക് കോൾ വന്നെന്നും പല പ്രാവശ്യം തിരിച്ചു വിളിച്ചിട്ടും കിട്ടിയില്ല എന്നും സഹോദരൻ പറഞ്ഞു. കല ജീവനോടെയുണ്ട് എന്ന് വിശ്വസിപ്പിക്കാൻ മറ്റേതോ സ്ത്രീ ആയിരിക്കും വിളിച്ചത്. പരാതിക്കാരൻ സുരേഷ് കുമാറിന് കൃത്യത്തിൽ പങ്കുണ്ടെന്നും അനിൽകുമാർ ആരോപിച്ചു. കാരണം അവൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തതെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. ഈ കൊലപാതകം ചെയ്തതും അവൻ ഒറ്റയ്ക്കല്ല. അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്താൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവരെല്ലാം കൂടെ ചേർന്നുള്ള പരിപാടി ഗൂഢാലോചന ചെയ്താണ് ഇത് കൊലപാതകം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരുപക്ഷെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് എടുത്ത് മാറ്റാൻ, ഒരുപക്ഷെ എന്നല്ല, അത് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യും. അത് സത്യമാണ്. വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തുമില്ല. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ, ഗുഡ് ഈവനിംഗ്. കഴിഞ്ഞ ദിവസമാണ് കലയുടെ മകന്റെ പ്രതികരണം, +2 വിദ്യാർത്ഥിയായ മകന്റെ പ്രതികരണം നമ്മൾ കേട്ടത്. അമ്മ ജീവനോടെയുണ്ട്, അമ്മയെ കൊണ്ടുവരും എന്ന് പറയുന്നു. ഇപ്പോൾ സഹോദരൻ പറയുന്നത് പോലെ കലയുടെ ഫോണിൽ നിന്ന് വന്ന കോളുകൾ, അത് അവസാനമായി വന്നത് എപ്പോഴാണ് പ്രവീൺ? ഈ കേസിൽ കല ജീവനോടെ ഇരിപ്പുണ്ട് എന്ന് വിശ്വസിപ്പിക്കാനായുള്ള നീക്കങ്ങൾ ഏത് വർഷം വരെ നടത്തിയിട്ടുണ്ട്? ഗുഡ് ഈവനിങ് സുജയ. 2009 ഈ മൊബൈൽ ഫോണിൽ നിന്നും കോൾ
കലയുടെ സഹോദരൻ്റെ ഫോണിലേക്ക് വന്നു എന്ന് പറയുന്നത്. അന്ന് കല ഈ നാട്ടിൽ നിന്നും പോയതിന് ശേഷം എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ബന്ധുക്കളെല്ലാം വലിയ വിഷമത്തിൽ തന്നെയായിരുന്നു. ആ ഒരു സന്ദർഭത്തിലായിരുന്നു അങ്ങനെയൊരു ഫോൺ കോൾ. അത് കലയുടെ മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ സഹോദരൻ്റെ മൊബൈൽ ഫോണിലേക്ക് കോൾ വന്നു എന്ന് പറയുന്നത്. ആ സന്ദർഭത്തിൽ അത് ഏത് നമ്പറാണെന്ന് ഓർത്തെടുക്കാൻ ഇപ്പോൾ കലയുടെ സഹോദരൻ അനിൽകുമാറിന് കഴിയുന്നില്ല. പക്ഷേ ഒന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്, കല മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു. കയ്യിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു മൊബൈൽ ഫോൺ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് പോകുമ്പോഴും ആ മൊബൈൽ ഫോൺ കയ്യിലുണ്ടായിരുന്നു എന്നാണ് കലയുടെ സഹോദരൻ അനിലും വളരെ വ്യക്തമായി പറയുന്നത്. അതിനുശേഷം സഹോദരൻ്റെ ഫോൺ നമ്പറിലേക്ക് കോൾ വരുന്നു. പക്ഷേ അനിൽകുമാറിൻ്റെ ഭാര്യയാണ് ഫോൺ എടുത്തത്. ഭാര്യയോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. കല സംസാരിച്ചു. അപ്പോൾ ഭാര്യ സന്തോഷിച്ചു. കാരണം ജീവനോടെ ആൾ ഇരിപ്പുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആദ്യം സംസാരിച്ചത്. പിന്നീട് അവർക്കൊരു സംശയം തോന്നി. അതിപ്പോഴാണ് അത് പുറത്തു വരുന്നത്. അതായത് ഒരു സ്ത്രീ സംസാരിച്ചു, അത് കലയാണ് എന്നാണ് തങ്ങളെല്ലാവരും വിശ്വസിച്ചത് ആ സന്ദർഭത്തിൽ. കാരണം മറിച്ച് അന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കാരണം അന്ന് ഈ മൊബൈൽ ഫോണുകളൊന്നും വലിയ സാധാരണക്കാരുടെ ഇടയിൽ വലിയ പ്രചാരമുള്ള ഒരു വസ്തുവായിരുന്നില്ല. അപ്പോൾ ഈ അനിൽകുമാറിൻ്റെ ഭാര്യ തന്നെ പറയുന്നത്, നേരിട്ടാണ് ഈ കലയുമായിട്ടൊക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. ഫോണിൽ കൂടിയുള്ളൊരു സംസാരം വളരെ അപൂർവമായിട്ടായിരുന്നു കേട്ടിരുന്നത്. അങ്ങനെ ആ ഫോൺ സംഭാഷണം അങ്ങനെ വന്നപ്പോൾ താൻ കലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചപ്പോൾ അത് അവർ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിച്ചു. പിന്നീട് ആ നമ്പറിലേക്ക് പല പ്രാവശ്യം തിരിച്ചു വിളിച്ചു. അത് അനിൽകുമാറിൻ്റെ ഭാര്യ കൃത്യമായും പറയുന്നുണ്ട്. പല പ്രാവശ്യം തിരിച്ചു വിളിച്ചിട്ട് പോലും ആ നമ്പറിലേക്ക് കോൾ പോകുന്നില്ല, അത് സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നുള്ളത്. പിന്നെയാണ് സഹോദരന് സംശയം തോന്നിയത്. അതായത് തൻ്റെ സഹോദരി ജീവിച്ചിരിപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്നതിനായി ആരോ മനഃപൂർവ്വം ഒരു സ്ത്രീ അങ്ങനെ വിളിച്ചു എന്നുള്ളതാണ്. അതിനർത്ഥം ഏതെങ്കിലും നാട്ടിൽ ഒരുപക്ഷെ കല ജീവിച്ചിരിപ്പുണ്ട് എന്ന് അവരുടെ നാട്ടുകാർ അറിയണം. അങ്ങനെ ഒരു സംശയത്തിനും ഇട നൽകരുത്, അന്വേഷണത്തിലേക്ക് പോകരുത് എന്ന് മനഃപൂർവ്വം ആരോ ശ്രമിച്ചിരുന്നു എന്നാണ് ആ ഫോൺ കോളിൽ നിന്നും വ്യക്തമായത് എന്നാണ് കലയുടെ സഹോദരൻ അനിൽകുമാർ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അനിൽകുമാറിൻ്റെ വീടിൻ്റെ മുൻവശത്താണ്. നേരത്തെ പറഞ്ഞതുപോലെ അനിൽകുമാറിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം ഈ കാണുന്ന സെപ്റ്റിക് ടാങ്കിൽ നിന്നും മൃതദേഹം അനിൽ എടുത്തു മാറ്റി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ മൃതദേഹം പിന്നീട് എങ്ങോട്ടേക്ക് മാറ്റി എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ പറയുന്നതിൽ വാസ്തവമുണ്ടെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത്, ഒരു ഘട്ടത്തിൽ തന്നെ സഹായിച്ചവർ തന്നെ ഒറ്റുമോ എന്ന ഒരു പേടി അനിൽകുമാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കലയുടെ സഹോദരനും അത്തരത്തിലൊരു സംശയം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ മറ്റുള്ളവരുടെ സഹായത്താൽ ഈ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ മൃതദേഹം ഇടുകയും പിന്നീട് അത് പുറം ലോകം ഒരുപക്ഷെ തന്നെ സഹായിച്ചവരാൽ തന്നെ അറിയുമോ എന്ന് ഭയന്ന് ഇവിടെ നിന്ന് മാറ്റി എന്നാണ് പറയുന്നത്. മറ്റൊരു നിർണായകമായിട്ടുള്ള വിവരം, ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ മറുവശത്ത് തന്നെ മീറ്ററുകൾക്ക് അങ്ങ് അപ്പുറത്ത് തന്നെ ഒരു വീടുണ്ട്. ഇവിടെയെല്ലാം വീടുകൾ തിങ്ങി നിറഞ്ഞൊരു പ്രദേശമാണ്. റോഡാണെങ്കിൽ ഒരു 3-4 മീറ്റർ മാത്രം വീതിയുള്ള റോഡാണ്. അപ്പോൾ ഇത്രയും വീടുകൾ തിങ്ങിയുള്ളൊരു സ്ഥലം, ജനങ്ങൾ തിങ്ങി പാർക്കുന്നൊരു സ്ഥലത്ത് ഈ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ നിന്ന് മൃതദേഹം വീണ്ടും എടുത്ത് ഈ കാണുന്ന റോഡിൽ കൂടി പ്രധാനപ്പെട്ട റോഡ് വഴി കൊണ്ടുപോകാൻ ധൈര്യപ്പെടുമോ അനിൽ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. അതിനും ചില നാട്ടുകാർ നമുക്ക് സൂചന നൽകുന്നത്, ഈ വീടിൻ്റെ പുറവശത്ത് തുറസായി കിടക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. അവിടെ വീടുകളൊന്നുമില്ല. ആ ഭാഗത്ത് ഒരുപക്ഷെ മാറ്റിയേക്കാമോ എന്നൊരു സംശയം കൂടി ചിലരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അനിലൊരു മേസ്തിരി പണിക്കാരനാണ്, അതുകൊണ്ട് തന്നെ ഈ സെപ്റ്റിക് ടാങ്ക് പൊട്ടിച്ച്, സെപ്റ്റിക് ടാങ്കിലാണ് ഇട്ടതെങ്കിൽ സെപ്റ്റിക് ടാങ്ക് പൊട്ടിച്ച് മൃതദേഹം അവിടെ നിന്ന് മാറ്റാനായി കഴിയും. മാത്രമല്ല കഴിഞ്ഞ ദിവസം സോമൻ പറഞ്ഞില്ലേ പ്രവീൺ, ചില രാസവസ്തുക്കളൊക്കെ ഈ സെപ്റ്റിക് ടാങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് പൂർണ്ണമായും ആ മൃതദേഹം എടുത്തു മാറ്റിയതിനു ശേഷം അങ്ങനെ ഒരു മൃതദേഹം അവിടെ ഇട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവുമായി കൂടെ. അതായത് ഈ മൃതദേഹം ഇപ്പോൾ സാക്ഷിമൊഴി പ്രകാരം മൃതദേഹം കൊണ്ടിടുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. അത് ഈ പ്രധാന പ്രതിയായിട്ടുള്ള 1-ാം പ്രതിയായിട്ടുള്ള അനിലിന് അറിവുള്ള ആളുകളാണ്. അങ്ങനെയെങ്കിൽ അതെല്ലാം ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ്. അവരുടെ സഹായത്തോടു കൂടി സെപ്റ്റിക് ടാങ്കിനുള്ളിൽ ഇപ്പോൾ മൊഴി പ്രകാരം അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് കാലപ്പഴക്കം കൊണ്ട് അത് ഒരു തെളിവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരുപക്ഷെ രാസവസ്തു ഇട്ടിരിക്കാം. മറ്റൊന്ന്, ഇനിയിപ്പോൾ സംശയിക്കുന്നത് പോലെ കൂടെയുള്ള ആളുകൾ തന്നെ ഏതെങ്കിലും കാലത്ത് ഈ സത്യം വിളിച്ചു പറയുമോ എന്നൊരു ഭയത്താൽ അവരാരെയും കൂട്ടാതെ
മറ്റ് ചില സംഘാംഗങ്ങളെ കൂട്ടി അനിൽ, പ്രധാന പ്രതിയായിട്ടുള്ള അനിൽ ഈ കാണുന്ന സെപ്റ്റിക് ടാങ്കിൽ നിന്നും മൃതദേഹം വീണ്ടും പുറത്തെടുത്തോ എന്നും സംശയം ഇപ്പോൾ പോലീസിനുണ്ട്. മറ്റൊന്ന്, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ വീടിൻ്റെ തൊട്ട് മുൻവശത്ത് തന്നെ മറ്റൊരു വീടുണ്ട്. നമ്മൾ ആ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അവർക്ക് ഇപ്പോൾ പ്രായമുള്ള ആളുകളാണ്, അവർക്കത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. വീടിൻ്റെ തൊട്ട് മുൻവശത്ത് തന്നെയാണ്. ഈ സെപ്റ്റിക് ടാങ്ക് 4 വശത്ത് നിന്നും കാണാവുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഒഴിഞ്ഞ ഒരു സ്ഥലമോ ആരുടെ കണ്ണ് എത്താത്ത ഒരു സ്ഥലമോ അല്ല. ചുറ്റുപാടുമുള്ള വീടുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗം കൃത്യമായും കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു മറവുമില്ലാതെ എങ്ങനെ ഈ കലയുടെ മൃതദേഹം കൊണ്ടിട്ടു എന്നുള്ളതാണ് പോലീസിനെ കുഴയ്ക്കുന്ന മറ്റൊരു ചോദ്യം. അതിനും തെളിവുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ CCTV ക്യാമറകളൊക്കെ ഉണ്ടെങ്കിലും ടാങ്കിലാണോ മൃതദേഹം കൊണ്ടിട്ടത്? അങ്ങനെയാണ് എങ്കിൽ ആ മൃതദേഹത്തിന്റെ തലയോട്ടി അടക്കമുള്ള ഭാഗങ്ങൾ ആ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടാതിരിക്കുന്നത് എന്തുകൊണ്ട്? അവിടെ നിന്ന് എടുത്ത് മറ്റൊരിടത്ത് കൊണ്ടിട്ടോ? അതോ ഇനി കലയെ കൊന്നു കളഞ്ഞു എന്ന് പറയുന്നത് തന്നെ കളവാണോ? അങ്ങനെ ദുരൂഹതകൾ ഒരുപാട് ബാക്കിയാണ്. ഇപ്പോഴും കലയെ 15 വർഷം മുൻപ് കൊന്നു തള്ളി എന്നുള്ള ഇപ്പോൾ പിടിയിലുള്ള ആളുടെ മൊഴിയിൽ ഊന്നിക്കൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി പ്രേക്ഷകർ തുടരുക റിപ്പോർട്ടറിനൊപ്പം.